കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയും എങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നാം പലപ്പോഴും ദൈവത്തിൻ്റെ നാമവും പറഞ്ഞ് നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ നാം തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരിക്കൽ ഞാൻ കേട്ടതാണ് പിന്നെ മറിയയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പായുന്നു, യേശുക്രിസ്തുവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് മുറിവിൽ നിന്ന് രക്തം പായുന്നു, പള്ളിയിൽ വച്ചിരിക്കുന്ന വിഗ്രഹമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാതാവിൻ്റെ പടത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാതാവിൻ്റെ ആ സ്വരൂപത്തിൽ നിന്ന് ആണ് കണ്ണുനീര് പായുന്നത്. അതേപോലെ തന്നെ യേശുവിൻ്റെ ക്രൂശിക്കപ്പെട്ട ഒരു രൂപം ഒരു മണ്ണുകൊണ്ട് പ്രതിമയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് മുറിവിൽ നിന്ന് രക്തം പായുന്നു എന്ന്. അതേപോലെ തന്നെ പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വചനം പറയുന്നു, അന്ത്യകാലത്തിൽ കള്ളപ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും എഴിക്കും എന്ന്. അപ്പം ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ പല കള്ളപ്രവചനങ്ങളും വരും. പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ നാം വഞ്ചിക്കപ്പെട്ടു പോകുകയോ അത് തന്നെ സത്യം എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നു. 23-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എന്ന്. പ്രിയ ദൈവ പൈതലേ, കർത്താവ് എല്ലാം മുൻകൂട്ടി നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. ഒരു സഭയ്ക്കകത്ത് എന്ത് നടക്കും, സഭയ്ക്ക് വെളിയിൽ എന്ത് നടക്കും, വിശുദ്ധന്മാരുടെ ഇടയിൽ എന്ത് നടക്കും എന്നെല്ലാം കർത്താവ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ കർത്താവ് പറയും, ഇനി സൂക്ഷിച്ചിരിക്കേണ്ടത് നാം ആകുന്നു എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. പ്രിയ ദൈവപൈതൽ, അന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിലും ആ കാലത്ത് സംഭവിക്കേണ്ടതല്ല പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായിട്ട് ആരംഭമായിട്ട് ലോകത്തിൽ സംഭവിക്കുന്നതിനെയും ക്രിസ്തീയ സഭകളിൽ സംഭവിക്കുന്നതിനെയും ക്രിസ്ത്യാനിയുടെ ഇടയിൽ സംഭവിക്കുന്നതും ആണ് അവിടെ ക്രിസ്തു പറഞ്ഞുകൊണ്ടേ വന്നത്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ആ ഒരു 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എന്ന്. പ്രിയ ദൈവ പൈതലേ, യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, സ്വർഗരാജ്യത്തെക്കുറിച്ച്, അതിൽ പോകുവാൻ എങ്ങനെ ഉള്ളവർക്ക് സാധിക്കും, അതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വരും, പള്ളിക്കകത്ത് എന്തുണ്ടാകും എന്ന് കള്ളക്രിസ്തു എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കള്ളക്രിസ്തുകൾ വരും, കള്ളപ്രവാചകന്മാർ വരും, അവരെ എല്ലാം സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറയുമ്പോഴും കർത്താവ് പ്രിയ പൈതലേ, ഞാൻ അറിവില്ല, ഞാനത് മനസ്സിലാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ശരിക്കും ബൈബിൾ വായിക്കുകയോ അല്ലെങ്കിൽ വായിക്കുവാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വായിച്ച് കേൾക്കുകയോ ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ പറ്റും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നടത്തും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, സഭയിലും കർത്താവെ, ലോകത്തും കർത്താവെ നടക്കേണ്ട സംഭവങ്ങൾ അങ്ങ് പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ ജ്ഞാനമുള്ളവരായി, ഉത്സുകരായി, ഉണർവുള്ളവരായി ഇരുന്നു കൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് വിരോധമായി, വചനത്തിന് വിരോധമായി കർത്താവെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് വിശ്വസിക്കുകയോ അതിൻ്റെ പുറകെ ഓടുകയോ ചെയ്യാതെ ദൈവവചനത്തിൽ തന്നെ നിലനിന്ന് ജീവിപ്പാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.